ഈ ഒരൊറ്റ വെള്ളം മതി നമ്മൾ ചെടികളെ തഴച്ച് വളരാൻ വേണ്ടിയിട്ട്. പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഡ്രൈ ചെയ്തിട്ട് ബക്കറ്റിൽ വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന്? സ്റ്റിച്ചിങ് ഒന്നുമല്ല കേട്ടോ, നമ്മൾ ചെറുതായിട്ട് കൃഷി ചെയ്തതാണ് കാണിക്കുന്നത്. കേബേജും കോളിഫ്ലവറും തക്കാളിത്തൈയും അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഒന്ന് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കൃഷിയോടൊന്നും വലിയ താല്പര്യം, കാരണം നമ്മൾ എന്ത് ചെയ്താലും പെട്ടെന്ന് ഉണ്ടാവുന്ന സൈസല്ല. അപ്പം എന്നാലും നമ്മൾ ഈ റുക്കിയാസ് വേൾഡ് എന്ന ഒരു യൂട്യൂബ് ചാനലിലെ താത്താൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യൽ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് യൂസ്ഫുള്ളാണത്, നമുക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. തക്കാളിയൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ചിലയിടത്തൊക്കെ നല്ലോണം ഉണ്ടായി കാണാം. പക്ഷെ നമുക്കൊക്കെ ഇത് ആദ്യം വന്ന് കുറച്ചൊക്കെ പൊട്ടിച്ചു. ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ അതൊരു ഭംഗിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ, കൃഷിനോട് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കേബേജാണ്. പുഴുക്കേടും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കേബേജൊക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ, ഉണ്ടാവണമെന്നേ ഉള്ളൂ. എല്ലാത്തിലും ഒന്ന് പോയിട്ട് തന്നെ എത്തി വെക്കും, കൈയിട്ട് നോക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഇതൊക്കെ ഒന്ന് ഞാൻ നോക്കിയേക്കും. കാണുമ്പോൾ അതൊരു കൗതുകം. രാവിലെ ഇങ്ങനെ നോക്കി ഇറങ്ങും, അല്ലാതെ ഒന്നൊക്കെ നോക്കി വല്ലപ്പോഴും കേട് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് ആ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ബക്കറ്റിൽ കുളിപ്പിച്ച കാഞ്ഞിര വെള്ളത്തിൽ ഒരു ബക്കറ്റ് വെള്ളം ചേർത്തിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇല്ലേ, നമ്മൾ ഇത് എപ്പോഴും നല്ലോണം നോക്കണം, നല്ല ശ്രദ്ധിക്കണം കൃഷി, എന്നാലേ ഉണ്ടാവില്ല. വെറുതെ ഒന്ന് കുഴിച്ചിട്ട് പോന്നാലൊന്നും പോരാ. അപ്പോൾ നമ്മൾ വീഡിയോകളൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. തക്കാളി തണ്ട് പൊട്ടിയപ്പോൾ ഞാൻ വീണ്ടും കുത്തിയിട്ടതാണിത്. അപ്പോൾ അതൊന്നും ഉണ്ടാകും. അപ്പോൾ തണ്ട് കുത്തിയിട്ടാലും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ തണ്ട് ഒടിഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെറിയ തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കറ്റാർവാഴ തൈ വെച്ചതാണിത്. ആ കറ്റാർവാഴ ഇങ്ങനെ അമച്ച് വരുന്നുള്ളൂ. ആദ്യം നല്ലോണം ഉണ്ടായിരുന്നു, അപ്പോൾ അത് പോയിട്ട് വീണ്ടും ഉണ്ടാക്കിയതാണ്. മുളകും തൈ പാവിയിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അതിൻ്റെ കുരു പാവിയതാണ് കേട്ടോ ഈ മുളകും തൈ. നല്ലോണം ഉണ്ടായിട്ടുണ്ട്. കുറച്ചൊക്കെ പറിച്ച് വെച്ചു, പക്ഷേ അതൊന്നും നേരായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാനത് ഉരുളക്കിഴങ്ങ് ഒഴിച്ചിട്ടാണ് കേട്ടോ. അത്ഭുതമാണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്തോട്ടെ എന്നുള്ള വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. നമ്മൾ അതിലുള്ള പുല്ലൊക്കെ പറിച്ച് വെക്കണം. ചാക്കിൽ ഇതേപോലെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ചപ്പും വെണ്ണീറും കുറച്ചിച്ച മണ്ണും ഒക്കെ ഇട്ടിട്ട് ഇതാ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊക്കെ ആ മുളകും തൈ പറിച്ച് വെക്കാനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ വീട്ടിലുള്ള സ്ഥലത്ത്, സ്ഥലമില്ല സമയമില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും ചെയ്യും.